What is 3 times the smallest 4-digit number subtracted from the 4 times of the largest 3-digit number? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെ 4 മടങ്ങിൽ നിന്നും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയുടെ 3 മടങ്ങ് കുറച്ചാൽ എത്ര? ആ ചോദ്യം ഒന്ന് വായിച്ചേ ഒരു കുട്ടി. അക്ക സംഖ്യ എത്രയാണ്? 999. ഓക്കെ. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാ? 100. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9999. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1000. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9876. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1234. അല്ല, അതിനേക്കാളും ചെറുതിറങ്ങിയിട്ടുണ്ട്. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഇതാണ് 1023. കാരണം 0 ഒരു ഡിജിറ്റ് ആണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 0 ഈസ് എ ഡിജിറ്റ്. അപ്പം 1023യുടെ സം ഓഫ് ഡിജിറ്റ്സ് 6 ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 9876. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്തത് ഇതാണ്. അതിന്റെ സം ഓഫ് ഡിജിറ്റ് എത്രയാണ്? ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? 30. എത്ര? 30 ആണ്. അപ്പൊ ഈ 30 നമ്മൾ പറയുക ആദ്യത്തെ കൂട്ടലിന് കിട്ടുന്നതിന് പറയുക സം ഓഫ് ഡിജിറ്റ്സ് എന്നാണ്. ഇതിന് മലയാളത്തിൽ പറയുക അക്കങ്ങളുടെ തുക എന്നാണ്. അക്കങ്ങളുടെ തുകയ്ക്ക് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയും. ചില സമയത്ത് ഈ 30 സം ഓഫ് ഡിജിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്ന് കൂട്ടിയിട്ട് ഒരൊറ്റ ഡിജിറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാറുണ്ട്. അതിന് പറയുക ഡിജിറ്റൽ റൂട്ട് എന്നാണ്. ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ സീഡ് നമ്പർ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. സീഡ് നമ്പർ. അപ്പൊ ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിജിറ്റ് ആയിരിക്കും. അത് എത്ര വലിയ സംഖ്യ ആയാലും കൂട്ടി വീണ്ടും കൂട്ടുക, അവസാനം ഒറ്റ ഡിജിറ്റിലേക്ക് കൊണ്ടുവരിക. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൂട്ടലിന് കിട്ടുന്നത്. അത് ചിലപ്പോൾ 2 അക്കമാകാം, 1 അക്കമാകാം, 3 അക്കമാകാം, ഏതുമാകാം ആദ്യത്തെ കൂട്ടലിന് കിട്ടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി. ഇവിടുത്തെ ചോദ്യം അതല്ല. ഇവിടുത്തെ ചോദ്യം ഇതാണ്. എന്താണ് ചോദ്യം? ഏറ്റവും വലിയ 3 അക്ക സംഖ്യയുടെ 4 മടങ്ങ്. അപ്പൊ ഏറ്റവും വലിയ 3 അക്ക സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കണം. എത്രയാ 4 കൊണ്ട് ഗുണിച്ചാല്? ഏറ്റവും വലിയ ഇതാണ്. അതിന്റെ 4 മടങ്ങ് 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 3996. 3996 ആണ്. ശരിയാണ്. ഇനി അടുത്ത കണ്ടീഷൻ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയുടെ 3 മടങ്ങ്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഇതല്ലേ? 1000 അല്ലേ? യെസ്. അതിന്റെ 3 മടങ്ങ് തരാം. അതിനെ 3 കൊണ്ട് ഗുണിക്കണം. എത്രയാണ്? 3000. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. എത്രയാ? 996. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു. Sum of 11 consecutive natural number is 506. Which is the smallest? Sum of 11 consecutive natural number is 506. എന്താണ് അതിന്റെ മലയാളം? ആർക്കും അറിയാം എന്താ ഇതിന്റെ മലയാളം? തുടർച്ചയായ 11 എണ്ണൽ സംഖ്യകളുടെ തുക 506 ആണ്.
ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായ 11 എണ്ണൽ സംഖ്യകളുടെ തുക 506 ആണ്. അതിൽ ഏറ്റവും ചെറുത് ഏതെന്നാണ്. ആർക്കും അറിയാം ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം? എളുപ്പമാർഗം പറഞ്ഞ് എഴുതി വെച്ചോളൂ. 11-ൽ നിന്ന് 1 മൈനസ് ചെയ്യുക ആദ്യം. കാരണം 11 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 11-ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 10. ആ 10-നെ പകുതിയാക്കുക. 5. 5. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം 506 ആണ് തുക. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ്? 46. 46 ആണ്. കാരണം 4 4 11 44 6 വന്നു 66-ൽ 6 11 66. ഓക്കെയാണ്. അപ്പൊ നമുക്ക് ആവശ്യക്കാർ ഇവരൊക്കെയാണ്. 46-നെ നമുക്ക് വേണം, ഈ 5-നെയും വേണം. ഈ 5 എങ്ങനെയായിരുന്നു കിട്ടിയത്? 11 എത്ര എണ്ണാണോ തന്നിരിക്കുന്നത് ആ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചു പകുതിയാക്കി. അതവിടെ മാറ്റിയത്. പിന്നീട് 46 കിട്ടിയത് 506 ഇതിന്റെ സമ്മാണ്. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 46 കിട്ടി. ഇനി നമ്മളുടെ ആൻസർ എളുപ്പമായി. 46-ന്റെ കൂടെ 5 കൂട്ടിയാൽ എത്രയാണ്? 51. പക്ഷെ നമ്മളോട് വലിയ സംഖ്യ അല്ല ചോദിച്ചത്, നമ്മളോട് ചെറിയ സംഖ്യ ചോദിച്ചത്. 46-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 41. അപ്പൊ ശരിയാണ്. ഏറ്റവും ചെറുത് 41-ഉം ഏറ്റവും വലുത് 51-ഉമാണ്. 41 51-ലേക്ക് 11 എണ്ണുണ്ട് താനും. ഈ 41 മുതൽ 42 43 ഇങ്ങനെ 51 വരെ കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? എത്ര കിട്ടണം? 506 കിട്ടണം. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. മനസ്സിലായി സർ. മനസ്സിലാകാത്തവരുണ്ട്. ഇപ്പൊ ഒന്നുകൂടി ചെറിയ ചോദ്യം എടുത്ത് ചെയ്ത് കാണിച്ചു തരാം. ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചെറിയ ചോദ്യം എടുത്ത് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. വേണമെങ്കിൽ വേണം എന്നറിയാം, ഇല്ലെങ്കിൽ വേണ്ട. വേണോ? 5 6 7 8 9 കൂട്ടിയാൽ എത്രയാണ്? 15. ഉറപ്പാണോ? ഇത് മുഴുവൻ കൂട്ടിയാൽ എത്രയാണ്? 35. ഉറപ്പാണോ? 35. 35. മാറ്റ 35. അപ്പൊ തുടർച്ചയായ 5 എണ്ണൽ സംഖ്യയുടെ തുക 35 ആണ്. ഇത് നിങ്ങൾക്ക് തരുന്നില്ല. വലുതേത്? ആദ്യത്തെ ജോലി എന്താണ്? 5-ൽ നിന്ന് 1 കുറയ്ക്കുന്നു. എത്രയാണ്? 4. ആ 4-നെ പകുതിയാക്കുന്നു. എത്രയാണ്? 2. അടുത്ത ജോലി 35-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്രയാണ്? 7. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? 7 + 2. 7-ന്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്ക് വലുത് കിട്ടും. ആ വലുതാണിത്. ഇനി 7-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് ചെറുതും കിട്ടും. ആ ചെറുത് ഇതാണ്. 5. ഇപ്പൊ ക്ലിയർ ആയോ? Yes. Yes. അടുത്ത ചോദ്യം തരാൻ പോവുകയാണ്. അടുത്ത ചോദ്യം ഏതും ആയിക്കോട്ടെ, ഞാൻ അതിന്റെ ആൻസർ പറയാൻ തയ്യാറാണ് എന്ന് ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വാ. മുഹമ്മദ് റഷ്ദാൻ.
അപ്പം ആദ്യത്തെ ചാൻസ് മുഹമ്മദ് റസ്താൻ കൊടുക്കുന്നു. ഏത് ചോദ്യമായാലും മുഹമ്മദ് റസ്താൻ മറുപടി പറയാൻ തയ്യാറായിരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മുഹമ്മദ് റസ്താൻ ഒരു ലൈക്ക് കൊടുക്കല്ലാരും, കാരണം അത്രയും ധൈര്യത്തിൽ മുന്നോട്ട് വന്നല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആളാ വരാൻ നമുക്ക് നോക്കാം. യെസ്, മുഹമ്മദ് റസ്താന്റെ ചോദ്യം ഇതാ, പിടിച്ചോളൂ, വായിച്ചോളൂ. Average of some even numbers starting from 2 is 70. Which is the largest even number? ഓക്കെ, എന്താണ് പറഞ്ഞതിന്റെ മലയാളം? 2 മുതൽ തുടങ്ങുന്ന, മലയാളം മീഡിയക്കാർ എഴുതി വെച്ചോളൂ, 2 മുതൽ തുടങ്ങുന്ന ഏതാനും ഈവൻ നമ്പർ, ഇരട്ട സംഖ്യകളുടെ ബാക്കി നിങ്ങൾ പറയടോ. ശരാശരി, ആവറേജിന് ശരാശരി 70 ആകുന്നു. മുഹമ്മദ് റസ്താനെ, അതിൽ ചെറുതേതെന്ന് വെച്ചാൽ, ഇതിൽ ചെറുതേതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാ പറയാ? 2. അതാരെയും ചോദിക്കൂലോ. 2 മുതൽ തുടങ്ങുന്ന എന്ന് പറഞ്ഞാൽ പിന്നെ 2 തുടക്കമായിക്കിന്റെ ചെറുത് 2 ആയിരിക്കും, അത് ആരും ചോദിക്കൂല. പക്ഷെ വലുത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ് പറയും? സാറേ 70 ആണ് ആവറേജ്. അപ്പം 2ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 70ന്റെ ഇരട്ടിയായ 140 കിട്ടാൻ നോക്കാം. അപ്പൊ 70ന് 2 കൊണ്ട് ഗുണിക്കണം എന്നല്ലേ അർത്ഥം? സാർ 140 കിട്ടും. പിന്നെന്താ ജോലി? പിന്നെ 2 മൈനസ് ചെയ്യാം. ഒന്നുകൂടി പറഞ്ഞു കൊടുക്കൂ. ആരോ ഒരു ആള് ബഹളം വെക്കുന്നുണ്ട്. യെസ്, അത് എവിടുന്നാണ് ധ്യാന ആ സംസാരം വരുന്നത്? ഏത് ഐ ഡിന്നാണ്? ഓക്കെ, ധ്യാന, ഇന്ന് എത്ര കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്? 26 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ശരി. അപ്പൊ പല കുട്ടികളും ഈ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ രാവിലെ എഴുന്നേൽക്കുന്നില്ല. കാരണം ഈ സ്കോളർഷിപ്പ് പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ കഴിയുന്നവർ രാവിലെ ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്ര പെട്ടെന്ന് ഇങ്ങനെ തിരിയല. അതുകൊണ്ടാണ് രാവിലെ നമ്മളെ കണക്ക് പോലെയുള്ള ക്ലാസ് വെക്കുന്നത്. രാവിലെ എഴുന്നേൽക്ക് ശീലമാക്കുക. ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ 70നെ ഇരട്ടിയാക്കുന്നു, 70ന്റെ ഇരട്ടിയിൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു. അപ്പൊ വലുത് നമുക്ക് 138 കിട്ടും. ശരി, മുഹമ്മദ് റസ്താൻ ഇതിന്റെ മറുപടി പറഞ്ഞു. 138 ആൻസർ. അടുത്ത ചോദ്യം ഏതുമായിക്കോട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വാ. ധ്യാന. അപ്പൊ ധ്യാനയുടെ ചോദ്യം ഇതാണ്. ധ്യാനക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കണേ, കാരണം അങ്ങനെ ഒരു ഉറപ്പ് തരുന്ന കുട്ടികളെല്ലാവരും ലൈക്ക് കൊടുത്തേക്ക് വരും. ഓക്കെ, ധ്യാനയുടെ ചോദ്യം ഇതാണ്. ഇതാ, പിടിച്ചോളൂ. എന്താണ് ചോദ്യം? The sum and the product of 2 numbers are equal. If one number is 5, what is the other number? മലയാളം എന്തായിരിക്കും ധ്യാന? എന്തായിരിക്കും പറഞ്ഞതിന്റെ മലയാളം? ആർക്കും പറയാൻ പറ്റുമോ? ഹലോ, സംഖ്യകളുടെ തുകയും ഗുണനഫലവും തുല്യമാണെങ്കിൽ ഒരു നമ്പർ 5 ആണെങ്കിൽ അടുത്ത നമ്പർ ഏത്? നമുക്കൊരു കാര്യം ചെയ്യാം. 2 സംഖ്യകളുടെ ശരാശരി, ശരി, അതിന്റെ ചോദ്യം അടക്കട്ടെ. 2 സംഖ്യകളുടെ തുകയും ഒന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി വായിച്ചേ. ഒന്നുകൂടി വായിച്ചേ. 2 സംഖ്യകളുടെ തുകയും ഗുണനഫലവും ഈക്വൽ ആണെങ്കിൽ 2 സംഖ്യയുടെ തുകയും ഗുണനഫലവും തുല്യമാണെന്ന് പറഞ്ഞു. അതിലൊരു സംഖ്യ എത്രയാ പറഞ്ഞത്? 5. 5 ആണ്.
മറ്റേ സംഖ്യ ഏതാന്നാ പറയേണ്ടത്. അത് പറയാൻ ഉത്തരവാദി ആരാണ്? ധ്യാനയാണ്. ധ്യാനക്ക് മറുപടി പറയാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്നറിയാൻ പ്രശ്നമൊന്നുമില്ല. സർ അറിയില്ല. അറിയില്ല. ഇതിൽ ആർക്കെങ്കിലും അറിയാമോ? രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും തുല്യമാണോ പോലും? വെറുതെ ഒരു രണ്ട് സംഖ്യ എടുത്ത് വെക്കുക. ഇപ്പൊ 2, 3 കൂട്ടിയാൽ എത്രയാണ്? 5. 5. 2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 6. 6. ഈ 5ഉം 6ഉം തുല്യാണോ? അല്ല. അപ്പൊ പിന്നെ ഇതെങ്ങനെ ശരിയാവും ധ്യാന? ശരിയാവില്ല. ഇത് അപ്പൊ നോക്കിക്കോളൂ, അങ്ങനെയുള്ള സംഖ്യകളുണ്ട്. പക്ഷെ നിങ്ങൾ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്പർ എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കടന്നു പോയത് എണ്ണൽ സംഖ്യകളായിപ്പോയി. എണ്ണൽ സംഖ്യകളല്ലാത്തതിനെയും ഇത്തരം ചോദ്യം വെച്ചിട്ട് നിങ്ങളെ പറ്റിക്കാറുണ്ട്. ശരി, ഒരു സംഖ്യ 5 എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സംഖ്യ 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 4. 4. അപ്പം മറ്റേ സംഖ്യ ഒരു ഭിന്നസംഖ്യയാണ്, 5/4 ആണ്. 1 5 ആണെങ്കിൽ മറ്റത് 5/4 ആയിരിക്കും. അപ്പോ അതെങ്ങനെ ശരിയാവും? 5 + 5/4 എന്ന മിക്സഡ് ഫ്രാക്ഷൻ തന്നെയാണ് 5 5/4. ഈ 5 5/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് ഇംപ്രോപ്പറിലേക്ക് മാറ്റിയാൽ 4 5 20 5ഉം 24/4. ഒന്നുകൂടി 4 5 20 5ഉം 25/4 ആണ്. 25/4 ആണ്. അപ്പൊ രണ്ട് സംഖ്യകളുടെ തുക നമുക്ക് 25/4 കിട്ടി. ഇനി ഗുണനഫലവും 25/4 കിട്ടും നോക്കാം. 5 × 5/4 എന്ന് പറഞ്ഞാൽ 5 × 5 ആദ്യം ചെയ്യണം. 25 25/4 ആണ്. അപ്പൊ രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും തുല്യമാണ്. അതിലൊരു സംഖ്യ 5 ആണെങ്കിൽ ധ്യാന മറ്റേ സംഖ്യ ഏതാണ്? 5/4. ഇനി ധ്യാനക്ക് ഉത്തരം പറയാൻ പറ്റും. അടുത്ത ചോദ്യത്തിലൂടെ ധ്യാന തന്നെ പറഞ്ഞോളൂ. ഒരു സംഖ്യ 3 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏതായിരിക്കും? 3/2. 3/2 ആയിരിക്കും. കറക്റ്റ് ആണ്. 3/2 ആയിരിക്കും. ഇപ്പൊ 3 + 3/2ഉം 3 × 3/2ഉം ചെയ്താൽ എത്ര കിട്ടും നമുക്ക് നോക്കാം. 3 2 6 3 9/2 എന്ന് പറഞ്ഞ 4.5. 9ന്റെ പകുതി അതാണല്ലോ. 3 9 3 × 3 9 9/2 4.5. അപ്പൊ രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും തുല്യമാണ്. അതിലൊരു സംഖ്യ 3 ആണെങ്കിൽ മറ്റേ സംഖ്യ 3/2 ആണ്. ഇതെനിക്ക് പരീക്ഷയ്ക്ക് വന്നതാണ്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം എല്ലാവർക്കും ഒന്നിച്ച്. Yes, sir. യെസ്. ഓക്കെ. അപ്പൊ ധ്യാനയും മുഹമ്മദ് റസ്താനാൻ തോന്നിപ്പോ വന്നത്. അടുത്ത ചോദ്യം ഏതുമായിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം എന്ന് ധൈര്യമുള്ള കുട്ടി മുന്നോട്ട് വാ. ചോദ്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കും. പ്രശ്നമൊന്നുമില്ല, പറഞ്ഞു. ഒരാൾ. ഇവർ രണ്ടാളും വേണ്ട. ഇവർ രണ്ടാളും ഇപ്പൊ പറഞ്ഞതാണ്. വേറെ ഒരു കുട്ടി മുന്നോട്ട് പോകും. ചെറിയ ചോദ്യമാണ്, സിമ്പിളാണ്. അറിയില്ലെങ്കിൽ ഞാൻ സഹായിക്കും. വരൂ. പേരെന്താണ്? ഋതു. അപ്പോ ഋതു ആണ് അടുത്ത. മുഴുവൻ പേരെന്താണ്? ഋതു നന്ദാന്നാണോ? ഋതു ആർ നായർ. ഏത് സ്കൂളാണ് മോള് പഠിക്കുന്നത്? പ്രോവിഡൻസിലാണ്. അടുത്ത ചോദ്യം വായിക്കാനും ആൻസർ പറയാനും തയ്യാറായിട്ട് നിൽക്കുകയാണല്ലേ? യെസ്. സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഇതാ ചോദ്യം, വായിച്ചു. $39A4 is a 4-digit number
by 9. Write the digit presenting A. ഓ, അവിടെ ഒരു മുഴുവനായിട്ട് ചേർക്കേണ്ടതുണ്ട്. 39A4 is a 4-digit number and it is divisible by 9 എന്നാണ്. ഡിവിസിബിൾ ബൈ അത് കൂടെ അടിച്ചേർത്തേക്ക് അവിടെ വിട്ടു ഇതാണ്. ഡിവിസിബിൾ ബൈ 9 എങ്കിൽ ഈ എനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? ഋതുവിന് ഞാനൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഋതുവിന് ഞാൻ 10 ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ഇതെല്ലാം ഓപ്ഷനാണ്. സാധാരണ നിങ്ങൾക്ക് 4 ഓപ്ഷനെ തരാറുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 10 ഓപ്ഷനാണ്. ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കും. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം ഒരു സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ, അല്ലെങ്കിൽ ആ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ എന്താണ് മനസ്സിലാക്കി വെച്ചത്? ഇപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ഒക്കെ നോക്കൂ. 1 9 2 9 18, 3 9 27, 4 × 9 36, 5 × 9 45. ഇതെല്ലാം കൂട്ടി വെക്കൂ. 9 ഡിജിറ്റിന്റെ സം 9ന്റെ മൾട്ടിപ്പിൾ ആവണം. ഡിജിറ്റ്സ് സം ഓഫ് ഡിജിറ്റ്സ് 9ന്റെ മൾട്ടിപ്പിൾ ആവണം, അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട് 9 ആവണം. ഡിജിറ്റൽ റൂട്ട് 9 ആവണം. ഇപ്പൊ ഇവിടെ 5 4 ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 8 5 ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ പരിശോധിക്കാന്ന് പറഞ്ഞാൽ 5ഉം 4ഉം 9, 2ഉം 11, 8 19, 5ഉം 24. ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. പക്ഷേ 5 4 2 8 5 ഇതിന്റെ കൂടെ എന്ത് ചേർത്താലായിരിക്കും അത് 9ന്റെ മൾട്ടിപ്പിൾ ആവുക? 3 ചേർത്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് 27 കിട്ടും. 27 9ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഇവിടെ ഈ രീതിയിൽ ആരാണിപ്പം പറഞ്ഞത്? ഋതു അല്ലേ? അല്ലേ? Yes, sir. ഋതു, ഇവിടെ ഏത് നമ്പർ ചേർത്തലാണ് ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആകുക? 3 9 എക്ക് പകരമുള്ള ഏത് നമ്പർ ഇതിൽ നിന്ന് കൊടുക്കണം? ഏത് ഡിജിറ്റ് കൊടുക്കണം? Sir, 2. 2 ആണ്. കറക്റ്റ് ആണ്. ബാക്കിയൊന്നും ശരിയാവൂല. അപ്പോൾ 9 12 2 14 4 18 കിട്ടും. 18 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അവിടെ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കൂട്ടിയൊക്കെ 9 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 39A4 എ റെപ്രസെന്റ് ചെയ്യുന്ന ഡിജിറ്റ് ഏതാണ്? 2. അപ്പൊ ഋതുവിന് എല്ലാവരും ലൈക്ക് കൊടുക്കുക. കൊടുത്തു. ശരി. അടുത്ത ചോദ്യം ഏതുമായിക്കോട്ടെ പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വന്നു. മൂന്ന് പേരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളൂ. ബാക്കി 21 പേര് കിടക്കുകയാണ്. ചെറിയ ചോദ്യമാണ്, ഞാൻ സഹായിക്കും. ആരാണ്? പാർവതിയാണ്. പാർവതി ഏത് സ്കൂളാ? മേമുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് ഈ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ടാവും അല്ലേ പാർവതി? യെസ്. എന്തായാലും അതിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്ന് അയച്ചു തരണേ. ഇന്ന് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എനിക്കൊന്ന് അയച്ചു തരണം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആവറേജ് എന്ന് ചോദ്യം ഉണ്ടാവും, ഫ്രാക്ഷൻ ചോദ്യം ഉണ്ടാവും, പിന്നെ 7ാം തരം വരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതിലൊക്കെ ചോദ്യം ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ USSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതും എടുത്തു വെച്ചോളൂ. അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ആ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന പരീക്ഷ സമയം വരെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഏതെങ്കിലും ചോദ്യം കിട്ടിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ യൂട്യൂബില് അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ കിട്ടുമെന്നതാണ്. മേമുണ്ട സ്കൂളിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്, അവരുടെ കയ്യിൽ ചോദ്യം കാണും. എനിക്കൊരു വർഷം വന്നിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നത്. അത് USSന്റെ കുട്ടികൾക്കും NMSCയുടെ കുട്ടികൾക്കും ഉപകാരപ്പെടും. ഈ ധ്യാനക്കഥ എഴുതിക്കൂടാൻ തോന്നുന്നു അല്ലേ? കണ്ണൂർ ജില്ലയിലായതുകൊണ്ട്. ഇല്ല സർ. ഇല്ല, അത് കോഴിക്കോട് ജില്ലക്ക് മാത്രമൊക്കെയുള്ള ഒരു സൗകര്യമായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ആരാണ് ആൻസർ പറയുന്നത്?
അടുത്ത ചോദ്യത്തിന് ആൻസർ പറയുന്നത് ആരാണ്? പാർവതി. പാർവതിയാണ്. പാർവതി, എല്ലാവരും ആൻസർ പറയുന്ന കുട്ടികൾ കഴിയുന്നതും അവരുടെ പ്രൊഫൈൽ പിക്ചറോടുകൂടി അല്ലെങ്കിൽ വീഡിയോയോട് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വെറും ഒരു സ്റ്റിക്ക് ഫിഗർ മാത്രമേ കാണുന്നുള്ളൂ ചിലത്. അപ്പൊ നിങ്ങളുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടുമായിരുന്നു. ഇല്ലെങ്കിൽ പറ്റുമെങ്കിൽ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞാൽ നല്ലത്. ശരി, പാർവതിയുടെ ചോദ്യം ഇതാണ്, വായിച്ചോ. Sum of 10 consecutive odd number is 500. What is the sum of next 2 consecutive odd numbers? Okay. Sum of 10 consecutive odd number is 500. What is the sum of next 10 consecutive odd number? പാർവതിക്ക് ഉത്തരം അറിയാമോ? അറിയാമോ? ഇല്ലെങ്കിൽ ഇല്ല. ഇല്ല. ഈ 10നെ നമ്മൾ സ്ക്വയർ ചെയ്യുക. എത്രയാണ്? 100. പാർവതി, 10ന്റെ സ്ക്വയർ 100 ആണ്. 10 സ്ക്വയർ 100 ആണ്. പാർവതി, 100ന്റെ ഇരട്ടി എത്രയാണ്? 200. പാർവതിയാണ് മറുപടി പറയേണ്ടത്. പാർവതിയാണ് മറുപടി പറയേണ്ടത്. യെസ്, 200 ആണ്. 500 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 500ഉം 200ഉം കൂടി കൂട്ടിയത് എത്രയാണ് പാർവതി? 700. 700. പാർവതി മറുപടി പറയുന്നുണ്ടോ? Yes, sir. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 700. 700. അപ്പൊ 700 ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഇത്തരം ചോദ്യം പരീക്ഷയ്ക്കൊക്കെ വരും, ജനറൽ ചോദ്യങ്ങളായിട്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരവൊന്നും ഇങ്ങനെ കണ്ടുപിടിക്കുന്ന അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ പരീക്ഷ ഹാളില് ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ റഫ് പേജിൽ ഒരു 4 5 ഓഡ് നമ്പർ കൂട്ടി വെക്കുക. ഇപ്പൊ 3 പ്ലസ് 5 പ്ലസ് അടുത്തത് 7, 3 കൂട്ടി വെക്കുക. തുടർച്ചയായ 3 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 15. തുടർന്ന് വരുന്ന 3 ഓഡ് നമ്പേഴ്സ്, അപ്പൊ 7 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 9, 11, 13. ഇതിന്റെ സം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കൂട്ടാൻ പോകണ്ട. ഇപ്പൊ 3 ആയതുകൊണ്ട് കൂട്ടാൻ വിചാരിക്കുക. ഇത് നിങ്ങൾ ആഡ് ചെയ്യാൻ പോകണ്ട. പകരം ഇവിടെ ചോദ്യത്തിൽ 3 തന്നിട്ടുണ്ടല്ലോ, ആ 3ന്റെ സ്ക്വയർ എടുക്കുക. 3ന്റെ സ്ക്വയർ എത്രയാ? 9. പിന്നീട് 9ന്റെ ഇരട്ടി എടുക്കുക. എത്രയാണ്? 18. തന്നിരിക്കുന്ന എത്ര എണ്ണാണോ അതിനെ സ്ക്വയർ ചെയ്യുക, അതിനെ ഡബിൾ ചെയ്യുക. ആ സംഖ്യ ഇതിന്റെ കൂടെ കൂട്ടിയാൽ റെഡിയാണ്, 33. ഇത് കൂട്ടിയാൽ 33 ആയിരിക്കും. ഇത് ചെറിയ സംഖ്യകൾ എടുത്തു നോക്കിയിട്ട് പരീക്ഷ ഹാളിൽ തന്നെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചെറിയ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ രൂപം കിട്ടും. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിന് ആൻസർ പറയുന്നത് ആരാണ്? നവനി. ശ്രദ്ധിക്കുക, വരുന്ന ക്ലാസ്സില് നിങ്ങൾക്ക് NMMSക്ക് വേണ്ട മാറ്റിലെ ചോദ്യങ്ങളാണ് എടുക്കുന്നത്. കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ്. അതെന്നെ തലേ ദിവസം ഒരാൾ ഓർമ്മിപ്പിച്ചാൽ കോഡിങ് ആൻഡ് ഡീകോഡിങ് പരീക്ഷയ്ക്ക് 5 മാർക്കിന്റെ ചോദ്യമാണ്. കോഡിങ് ആൻഡ് ഡീകോഡിങ് നിങ്ങളെ ക്ലാസ്സിൽ എടുക്കുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിന് തയ്യാറായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് വേണം, പെൻസിൽ വേണം, സ്കെയിൽ വേണം, റെഡിങ് പേനയും വേണം. സാധാരണ പേനയ്ക്ക് പുറമെ ബ്ലൂ ബ്ലാക്കിന് പുറമെ ഒരു റെഡിങ് പേനയും കരുതുന്നത് നല്ലതാണ്. ആ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിന് നിങ്ങൾ തയ്യാറായിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇംഗ്ലീഷിലെ AB ആൽഫബറ്റ് Z വരെ സ്പീഡ് പറയാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയാം. അല്ലേ മുഹമ്മദ് റസ്താനെ പറ്റില്ലേ? A മുതൽ Z വരെ വളരെ സ്പീഡ് പറയാൻ പറ്റില്ലേ? Yes, sir. പറ്റുമോ? Yes, sir. എങ്കിൽ
നിങ്ങൾ നേരെ റിവേഴ്സ് ചെയ്ത് പറഞ്ഞു പഠിക്കണം. Z ഇനി വരണം Y X X W അങ്ങനെ റിവേഴ്സ് ചെയ്ത് A വരെ സ്പീഡിൽ ആര് പറയുമോ അവരെയാണ് എനിക്ക് ആവശ്യം. അവരെ എനിക്ക് വേണം അടുത്ത ക്ലാസ്സിൽ. A മുതൽ Z വരെ സ്പീഡിൽ നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. എനിക്ക് നേരത്തെ റിവേഴ്സ് ചെയ്തെന്ന് പറഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കുക. അടുത്ത ക്ലാസ്സിന്റെ തൊട്ട് മുമ്പ് എന്നെ ഓർപ്പിക്കണം. കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ് എടുക്കേണ്ടത്. അത് നല്ല അത് USSന്റെ കുട്ടികൾ അതിലിരിക്കണം എന്നില്ല. ഇരുന്നാൽ വിരോധവും ഇല്ല, നല്ല സുഖമാണത്. നിങ്ങൾക്കും അടുത്ത ആഴ്ച എന്നെ മ്യൂസിക് പഠിക്കാനുള്ളതാണ്. ഞാനിപ്പോ USSും കൂടി വേറെയാക്കാൻ പോവുകയാണ്. കാരണം സ്കൂളിൽ കുട്ടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇനി വേറെ തന്നെ ഗ്രൂപ്പ് ആക്കും. ഇനി USSന്റെ ക്ലാസ് മുമ്പ് ലഭിക്കാത്ത കുട്ടികൾ NMS ഉണ്ടെങ്കിൽ ആ ക്ലാസ് കയറാം. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഏതാണ്? ആരാണ് ഉത്തരം പറയുന്നത്? നവനി അല്ലേ? Yes, sir. നവനി ചോദ്യം നോക്കാം, വായിച്ചോളൂ. The average of two numbers is 18. Their difference 18. Which is the largest number? ഓ, നല്ല ചോദ്യമാണ്. മലയാളം പറയാൻ പറ്റുമോ? രണ്ട് സംഖ്യയുടെ ശരാശരി 18 അതിന്റെ വ്യത്യാസം 18. ഏതാണ് അതിൽ ഏറ്റവും വലിയ സംഖ്യ? ശരാശരിയും 18, വ്യത്യാസവും 18. അതിന്റെ വലിയ സംഖ്യ ഏതാണ്? നവനി, വലിയ സംഖ്യ ഏതായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് സംഖ്യ എടുത്ത് വെറുതെ ചെയ്തു വെക്കുക. ഇപ്പൊ 11ഉം 17 ഈ ചോദ്യമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ പിന്നെ ഫിഗർ വേറെയാണ്. ഈ രണ്ട് സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ശരാശരി കണ്ടുപിടിക്കാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര എണ്ണം ഉണ്ട് അത്ര കൂട്ടിയിട്ട് എത്ര എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. എത്രയാണ്? 14. ആവറേജ് 14 ആണ്. ആവറേജ് 14 ആണ്. അപ്പോൾ ശരാശരി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആവറേജ് 14 ആണെന്ന് പറഞ്ഞു. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 18. 17ന്ന് 11 കുറച്ചാല് ആണ് ഞാൻ ചോദിച്ചത്. 6. അതാരാ 18 എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നത്? 17ന്ന് 11 മൈനസ് ചെയ്താൽ എത്രയാണ് മക്കളെ? 6. 6 ആണ്. അപ്പം വ്യത്യാസം 6 ആണ്. ഈ 14 6 മാത്രം തന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾ 11 കണ്ടുപിടിക്കും? എങ്ങനെ നിങ്ങൾ 17 കണ്ടുപിടിക്കും? ഈ 6നെ പകുതിയാക്കിയാൽ എത്രയാണ് നവനി? 3. 3ആണ്. 3ആണ്. ശരി, 14ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്രയാണ്? 17. 17. 14ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാണ്? 11. നവനിയാണ് മറുപടി പറയുന്നത്. നവനിയാണ് ഇതില് നേരത്തെ ഏറ്റെടുത്തത്. നവനി മറുപടി പറയണം. നവനി, ഇപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് പറയും. ഇനി നവനി ഈ ചോദ്യത്തിലേക്ക് വന്നാൽ മതി. ഇതവിടെ കെട്ട്, ഇത് പോട്ട്. രണ്ട് സംഖ്യകളുടെ ആവറേജ് 18 തന്നു. അവയുടെ വ്യത്യാസം അതും 18 തന്നു. എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ് പറയൂ നവനി. 18 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 18 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. 18ന്റെ പകുതി. അടുത്ത എന്താ ഞാൻ ചെയ്യേണ്ടത്? അല്ല, ഈ 18 ഈ ആവറേജ് ഇവിടെ ഉണ്ടല്ലോ, 18ന്റെ കൂടെ എന്ത് കൂട്ടണം? 9 കൂട്ടണം. 9 കൂട്ടണം. അപ്പൊ 27 കിട്ടും. അപ്പൊ വലുത് കിട്ടി.
ഇനി ചെറുത് കിട്ടാനോ? 27 -ൽ നിന്ന് 18 -നെ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ചെറുതും കിട്ടും. ചെറുത് എത്രയാ? ചെറുത് 9. 9. അപ്പൊ ആ രണ്ട് സംഖ്യകൾ നമുക്ക് കിട്ടി. 9ഉം 27 കിട്ടി. ഇനി ആവറേജ് പാർട്ടിനെ നോക്കാം. 9ഉം 27 കൂട്ടി എത്രയാ? 36. 36. അതിന്റെ പകുതി എത്രയാണ്? 36ന്റെ പകുതി ഇങ്ങനെ നോക്കല്ലേ, കൈകൊണ്ട് ഇങ്ങനെ 36ന്റെ പകുതി, 6ന്റെ പകുതി, 6ന്റെ പകുതി, 30യുടെ പകുതി. 36ന്റെ പകുതി അറിയില്ലേ? ഒരാൾ സഹായിച്ചു കൊടുക്കുന്നു അവനിയെ. 36ന്റെ പകുതി എത്ര? 18. 18. അപ്പൊ ആവറേജ് 18. ഇനി വ്യത്യാസം നോക്കൂ. 27 9 മൈനസ് ചെയ്താൽ എത്രയാണ്? 18. 18 ഉണ്ടോ? ധ്യാന, ഈ സംഭവം മനസ്സിലായോ? Yes, sir. ഒന്ന് പറഞ്ഞോളൂ. സർ, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അല്ല, ഈ ചോദ്യം ഇതാണ്. രണ്ട് സംഖ്യകളുടെ ശരാശരി ആവറേജ് 18 ആണ്. അവയുടെ വ്യത്യാസവും 18 ആണ്. ഒരു കുട്ടി മുന്നോട്ട് വന്നിരുന്ന് പറഞ്ഞു കൊടുക്കും. ആരാണ്? യെസ്, പറയും. നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് 18 ആണ്. അതുപോലെ തന്നെ ഡിഫറൻസും 18 ആണ്. ഡിഫറൻസ് വരുന്ന 18 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. ഈ ആവറേജിലേക്ക് 9 ആഡ് ചെയ്താൽ ഏറ്റവും വലിയ സംഖ്യയും ആവറേജിലേക്ക് 9 മൈനസ് ചെയ്താൽ ഏറ്റവും ചെറിയ സംഖ്യയും നമുക്ക് കിട്ടും. 18ലേക്ക് 9 കൂട്ടിയാൽ 27ഉം 18ന്ന് 9 കുറച്ചാൽ 9ഉം കിട്ടും. അപ്പൊ 27 വലുതും 9 ചെറുതായി. ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം ഒന്ന് വായിച്ചേ. The sum of 9 consecutive natural numbers is 108. What is the sum of largest and smallest number? ഇതുകൊണ്ട് ഇന്ന് ഈ ഇത്തരം ചോദ്യം കൊണ്ട് ഇന്ന് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് ഇന്നത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ്. The sum of 9 consecutive natural number is 108. What is the sum of smallest and largest? ഇത് വേറെ തരത്തിൽ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം സമയക്കുറവുകൊണ്ട് ഞാൻ പറയുകയാണ്. 9ൽ നിന്ന് 1 മൈനസ് ചെയ്ത് വെക്കുക. എത്ര കിട്ടും? 8 കിട്ടും. 8ന്റെ പകുതി എത്രയാണ്? 4. അടുത്ത ജോലി 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8 9 റെഡിയാണ്. എത്ര കിട്ടും? 1 9 9 18ൽ 2 9 18. എത്ര കിട്ടും? 12 കിട്ടും. ഇനി എന്താണ് അടുത്ത ജോലി? 12ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്രയാണ്? 8. 8. 12ന്റെ കൂടി 4 കൂട്ടിയാൽ എത്രയാണ്? 16. 16. ആ രണ്ട് സംഖ്യകളും കിട്ടിക്കഴിഞ്ഞു. 8ഉം 16ഉം. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 24. 24. അതാണ് നമ്മളോട് ചോദിച്ചത്. ഇതൊന്ന് പറഞ്ഞു കൊടുക്കാമോ ഒരു കുട്ടിക്ക്? സർ, ഇവിടെ പറയുന്നത് 9 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ 9 നമുക്ക് എടുക്കാം. അതിൽ നിന്ന് 9ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. നമുക്ക് 8 കിട്ടും. 8നെ പകുതിയാക്കാൻ 4 കിട്ടും. ഇനി നമുക്ക് ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്. 108നെ തന്നിട്ടുണ്ട്. അപ്പൊ 108നെ 9 വെച്ച് ഹരിച്ചാൽ നമുക്ക് 12 കിട്ടും. ഈ 12ന്റെ നമ്മൾ 4 എന്താക്കുക, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. 12ന്റെ 4 കൂട്ടുമ്പോൾ 16 കിട്ടും. ഈ 8ഉം 16ഉം നമുക്ക് എന്താക്കുക കൂട്ടുമ്പോൾ നമുക്ക് 24 കിട്ടും. അതായിരിക്കും 24 കിട്ടും. ഇതല്ലാതെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം
പല രീതിയിലും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഓക്കെ ഇത് ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 6, 7, 8, 9, 10. നിങ്ങളോട് ചോദിക്കുന്നു, ഇതിൽ അവസാനത്തെ ആദ്യത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? ആദ്യത്തെ സംഖ്യ 6ഉം അവസാനത്തെ സംഖ്യ 10ഉം ആണ്. 16. അത് ശരിയാണ്. ചോദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പറഞ്ഞതുപോലെ ഇവയുടെ തുക തരും നിങ്ങൾക്ക്. ഇവയുടെ തുക എത്രയാ? ഇവയുടെ സം എത്രയാണ്? അല്ല, വേഗം പറയണ്ടേ. ഈ സമ്മലം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നത്? 8ഉം 7ഉം 15, 9ഉം 6ഉം 15, 15 5 30. കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത് ഇങ്ങനെ കൂട്ടി വെക്കേണ്ടാണ് പ്രശ്നം വന്നത്. 6ഉം 7ഉം കൂട്ടി കൺഫ്യൂഷനായി, പിന്നെ 8 കൂട്ടി കൺഫ്യൂഷനായി, പിന്നെ 9 കൂട്ടി, പിന്നെ 10 കൂട്ടി. ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, 9ഉം 6ഉം 15, 8ഉം 7ഉം 15, 15 5 30, 10 40. മനക്കണക്കായിട്ട് ചെയ്യാനോ? 40. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. 40. ഇപ്പൊ ചോദ്യം ഉണ്ടാക്കുന്നു, തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 40. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 40. അവയിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള തുക എത്ര? എന്താ ചെയ്യേണ്ടത്? ആദ്യം 5 സംഖ്യകൾ തന്നിട്ടുണ്ട്. 5ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പൊ 4ന്റെ പകുതി എടുക്കുക. എത്ര? 2 അവിടെ വെക്കുക. പിന്നെ അടുത്ത ജോലി എന്താണ്? 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 20. 20 8ആണ്. 8 5 40. ശരി, 8ആണ്. ഈ 8ന്റെ കൂടെ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന 8ന്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാണ്? 10. അപ്പൊ വലുത് കിട്ടി. വലുത് കിട്ടി. 8ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 6. 8ൽ നിന്ന് 2 മൈനസ് 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ചെറുതും കിട്ടി, വലുതും കിട്ടി, ചെറുതും കിട്ടി. അപ്പൊ ഇങ്ങനെ ചെറിയ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം വായിച്ചു. The difference of the sum difference of two numbers is 44. Which is the smallest number? The difference of the sum and difference of two numbers is 44. Which is the smallest number എന്നാണ് ചോദ്യം. എനിക്ക് തന്നതാണ്. 2 സംഖ്യകളുടെ തുകയും, അതിന്റെ മലയാളം എഴുതി വെച്ചോളൂ. മലയാളം കേട്ടാൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവും. 2 സംഖ്യകളുടെ തുകയും, ആരോ മൈക്ക് ഓൺ ചെയ്യിച്ചുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്യണേ. തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം. എത്രയാണ്? 44. എങ്കിൽ ചെറുതേത്? 44ന്റെ പകുതി ആയിരിക്കും. 44ന്റെ പകുതി എത്രയാ? 20. വലുതേത്? 22ന്റെ കൂടി 1 കൂട്ടിയാൽ മതി. അതെത്രയാ? 22. അപ്പൊ ചോദ്യം വരുന്ന വഴി കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ വലിയ പ്രശ്നമാണ്. പക്ഷെ ചെയ്തു നോക്കിയാൽ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും 2 സംഖ്യ എടുത്ത് വേണേൽ ചെയ്തു നോക്കാം. ഇനിയിപ്പോ ഈ 22 23 ഈ പറഞ്ഞ കാര്യം റെഡി ആകുന്നുണ്ടോ നോക്കട്ടെ. ആദ്യം 2 സംഖ്യയുടെ തുക 22ന്റെയും 23ന്റെയും തുക 45ആണ്. അവയുടെ വ്യത്യാസം 23 22 കുറച്ചാൽ 1 ആണ്. ഇനി 45 1 കുറച്ചാൽ, അതാണ് നിങ്ങളോട് പറഞ്ഞത്, 2 സംഖ്യയുടെ തുകയും അവയുടെ വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44. The difference of the sum and difference of two numbers is 44.
വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് 44ന്റെ പകുതി. ലാർജസ്റ്റ് ആ പകുതിയുടെ കൂടി ഒന്ന് കൂട്ടുക. അടുത്ത ചോദ്യം ഹോംവർക്ക് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ആ ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ്. ആ ഹോംവർക്ക് ഒന്ന് വായിച്ചു. First question, V, Y, E, V, I. Which is the next letter? Second question, how many 3-digit number are there whose product of the prime number? ഒന്നുകൂടി. Sir, കാണുന്നില്ല. Sir മറയുന്നുണ്ട്. How many 3-digit numbers are there whose product of digit is prime number? ഓക്കെ. രണ്ടാമത്തതിന് മലയാളം വേണ്ടി വരും, തരാം. എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എത്ര മൂന്നക്ക സംഖ്യകൾ? അക്കങ്ങളുടെ ഗുണനഫലം പ്രൊഡക്റ്റ് അല്ലേ? അക്കങ്ങളുടെ ഗുണനഫലം എന്താ ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാല്? അഭാജ്യ സംഖ്യ. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളാകുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ആദ്യത്തെ ചോദ്യം BYEVI, അടുത്ത ലെറ്റർ ഏതായിരിക്കും? ഇത് രണ്ടിന്റെയും ആൻസർ നിങ്ങൾ യൂട്യൂബിൽ ഇന്ന് ക്ലാസ് വരുന്ന സമയത്ത് യൂട്യൂബിലൂടെ തന്നെ കമന്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും പറയുന്നു, യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ എനിക്കുള്ള മാർഗം അത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിൽ ഞാൻ നേരിട്ട് വരണം. ഇനി നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിലും അതിലൂടെ കമന്റ് ചെയ്യാം, അതും ഞാൻ പറഞ്ഞു തരും. അപ്പൊ ഇടയ്ക്ക് ചോദ്യത്തിന്റെ അവസാന ഭാഗം നോക്കിയിട്ട് കമന്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയ അതിൽ കിട്ടും, എനിക്ക് ആളെ മനസ്സിലാവുകയും ചെയ്യും. ഇത് നമ്മൾ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ വരുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വരുന്നത് കൊണ്ട് മുൻകൂട്ടി ഞാൻ ആ ചോദ്യം തന്നു എന്ന് മാത്രം. അടുത്തത് ഹൗ മെനി 3-digit numbers are there whose product of digit a prime number? അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളാവുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ്. മുമ്പ് എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അക്കങ്ങളുടെ ഗുണനഫലം ഇപ്പൊ 12. 12ന്റെ ഗുണനഫലം നോക്കൂ, അക്കങ്ങൾ ഗുണിച്ചു നോക്കൂ, 2 പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. 12 തിരിച്ചിട്ടാൽ 21, അത് ഗുണിച്ചാലും 2 തന്നെ കിട്ടും. 13, ഒരു 3 അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ. 31, ഇങ്ങനെ രണ്ടക്ക സംഖ്യകൾ 8 എണ്ണം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. രണ്ടക്ക സംഖ്യകൾ 8 എണ്ണം ഉണ്ട്. പക്ഷേ മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ടെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്ത കുട്ടികൾ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്തൊക്കെ വിളിക്കുക. പിന്നെ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിളിക്കാം. അതിന്റെ എല്ലാം യൂട്യൂബിലെ ക്ലാസ് ഉണ്ട്. ഇനി യൂട്യൂബിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ ഷോർട്ടായിട്ടായിരിക്കും വീഡിയോസ് ഇടുക. അതുകൊണ്ട് എല്ലാവരും രാവിലെയുള്ള ക്ലാസ് തന്നെ കഴിയുന്നൊന്ന് ഇരിക്കുക. രാവിലത്തെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇരുന്നോളൂ. നിങ്ങൾക്ക് എന്തായാലും USS ആയാലും NMS ആയാലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. കാരണം രാവിലെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കെല്ലാം മുൻ വർഷങ്ങളിൽ എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവസാന ദിവസത്തേക്ക് വെക്കരുത്. സ്കൂളുകളൊക്കെ ചില സ്കൂളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ എലിജിബിൾ ടെസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിലൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഈ തരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറിൽ വിളിക്കാം. 8686171729. ഓർക്കാൻ സുഖമാണ്. അവസാനത്തെ അക്കം രാമാനുജ നമ്പറാണ്. നടുക്കത്തെ അക്കം ഒരു പ്രൈം നമ്പറാണ്. മാത്രമല്ല നടുക്കത്തെ അക്കത്തെ തിരിച്ചിട്ട് കഴിഞ്ഞാലും അതും പ്രൈം നമ്പറാണ്. അതിന് പെർമ്യൂട്ടബിൾ പ്രൈം നമ്പർ എന്നൊക്കെയാ പറയാ. ഓക്കെ, ഇനി 8ഉം 6ഉം കൂട്ടിയാൽ അത് കിട്ടിയ 28ആണ്. 28 ഒരു പെർഫെക്റ്റ് നമ്പറുമാണ്. അപ്പോൾ ഓർത്ത് വെക്കാൻ സുഖമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.